ഓപ്ഷൻ സ്ട്രാറ്റജീസ് വർക്ക് ബുക്കിൻ്റെ മെയിൻ പേജാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാൻ 4 ബുള്ളിഷ് സ്ട്രാറ്റജി, 4 ബെയറിഷ് സ്ട്രാറ്റജി, 4 റേഞ്ച് ബൗണ്ട് സ്ട്രാറ്റജി, 4 അപ്സൈഡ് ഔട്ട്സൈഡ് ബിഗ് മൂവ് വരുന്നതിനുള്ള സ്ട്രാറ്റജി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള 16 സ്ട്രാറ്റജി വിവരിച്ചിട്ടുണ്ട്. ഈ എല്ലാ സ്ട്രാറ്റജിയും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പേജുകൾ കാണിക്കുമ്പോൾ ഞാനത് വീണ്ടും വിവരിക്കുന്നില്ല. ആവശ്യമുള്ളവർ കൺസേൺ വീഡിയോ റെഫർ ചെയ്യുക. ഞാനിവിടെ ഇതിൻ്റെ ഫോർമുലയും കാൽക്കുലേഷൻസും ഓരോ സ്ട്രാറ്റജിയുടെയും ഫോർമുലയും കാൽക്കുലേഷനാണ് കാണിക്കുന്നത്. ഈ കാൽക്കുലേഷൻസും ഫോർമുലയും കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഓപ്ഷൻ ചെയിൻ എങ്ങനെ ഫെച്ച് ചെയ്യാമെന്നുള്ളതും നമുക്ക് ആവശ്യമുള്ള ഒരു ഷീറ്റ്, ഒരു ഡാഷ്ബോർഡ് ഷീറ്റ് നമ്മളെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൂ. രണ്ടും ഞാൻ ഇതിനു മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ ചെയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ചെയിൻ എങ്ങനെ ഫെച്ച് ചെയ്യാമെന്നുള്ളത് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കുക്കീസ് എറർ ഇല്ലാതെ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഫെച്ച് ചെയ്യാമെന്നും കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് അതിനുശേഷം നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതിൻ്റെയും എല്ലാ ഫോർമുലയും ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഡാഷ്ബോർഡ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഡാഷ്ബോർഡ്. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഏത് ഇൻഡിസസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് എക്സ്പയറി വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം. ഇത് 21 ജനുവരിയുടെ ആണ്. നമ്മുടെ ഓപ്ഷൻ ചെയിനിൽ നിന്ന് റോ ഡാറ്റയിൽ നിന്ന് എങ്ങനെയാണ് ഇതിവിടെ ഓരോ സ്ട്രൈക്സ് കൊണ്ടുവരിക എന്നുള്ളതും എങ്ങനെയാണ് ഈ മോഡിഫിക്കേഷൻ എന്നുള്ളതും എൻ്റെ മുൻപിലത്തെ വീഡിയോകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഷീറ്റും കിട്ടി. ഈ ഷീറ്റ് ഇവിടെ കാണിക്കാൻ കാരണം നമ്മൾ ഓരോ സ്ട്രൈക്ക് പ്രൈസിൻ്റെയും പ്രീമിയം ഈ ഷീറ്റിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഷീറ്റിലേക്ക് എടുക്കുന്നത്. ഇവിടെ കാണുന്ന LTP കോൾ സൈഡിൻ്റെയും ഇവിടെ പുട്ട് സൈഡിൻ്റെയും ഇത് സ്ട്രൈക്ക് പ്രൈസ്, ഇത്രയുമാണ് നമുക്ക് അവിടെ ആവശ്യം. സ്പോട്ട് പ്രൈസ് വേണം, എറ്റ് ദ മണി എവിടെയാണ്, പിന്നെ ഓരോ സ്ട്രൈക്കിൻ്റെ പ്രീമിയം, ഇത്രയുമാണ് നമുക്ക് അവിടെ വേണ്ടത്. നമുക്കിനി ആദ്യമായിട്ട് ബൈ കോൾ, വളരെ സിമ്പിൾ സ്ട്രാറ്റജിയായ ബൈ കോൾ എന്നുള്ളതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ബൈ കോൾ എന്നുള്ള പേജിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് ബൈ കോൾ എന്നുള്ളത്. ഇന്ന് 13-ാം തീയതി, ഇത് 21 ജനുവരി 2021, 8 ദിവസം കൊണ്ട് എക്സ്പയറിക്ക്. സ്പോട്ട് പ്രൈസ് ഇന്ന് അവസാനിച്ചത് 14,564 ATM 15,600 ഇവിടെ കാണിക്കുന്നു. കോൾ പ്രീമിയം 143.05 14,600 പ്രീമിയം ഞാനതവിടെ കാണിച്ചു തരാം. ഈ പ്രീമിയം വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് എന്താണ് റിസ്ക് എന്നും ഇവിടെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 13,900 ആണെങ്കിൽ നമുക്ക് 11,771 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 950 ആണെങ്കിൽ ഇവിടെ ചേഞ്ച് ആവും, കുറയുകയാണെങ്കിൽ ഇവിടെ കുറയും. ഇനി നമുക്ക് 14,600 തന്നെയാണെന്ന് കരുതുക. നമുക്ക് അത്രയും നഷ്ടമാണ്, കാരണം നമ്മുടെ മുഴുവൻ കാശും പോകും. ഈ കാൽക്കുലേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഇവിടെ വരുന്നു എന്നുള്ളത് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഞാനിവിടെ 14,900 തന്നെ ആക്കുകയാണ്. 11,771 ഇവിടെ പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, സ്പോട്ട് പ്രൈസ്, ATM, പ്രീമിയം, ഇത്രയെല്ലാം നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ഷീറ്റിൽ നിന്ന് ഇവിടെ ഫെച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഈ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. എക്സലിൻ്റെ ഫോർമുലയാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഞാനതിൻ്റെ ഷീറ്റിലേക്കൊന്ന്
കൊണ്ടുപോകാം. ഹോമിലേക്ക് പോയിട്ട് കാൽക്കുലേഷൻ്റെ പേജിലേക്ക് ആദ്യം ഒന്ന് കൊണ്ടുപോകാം. ഇവിടെയാണ് കാൽക്കുലേഷൻസ് പേജ് വരുന്നത്. ഓരോ സ്ട്രാറ്റജിയുടെ കാൽക്കുലേഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം ഫോർമുല വെച്ചിട്ടാണ്. ഓരോ ഫോർമുലയും ഞാൻ വേറെ വേറെയായിട്ട് കാണിക്കാം. പല വീഡിയോകളായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ ഫോർമുലയിലേക്കൊന്ന് പോകാം. ഈ പേജിൽ ഡാറ്റ വരുന്നത് നമുക്ക് മനസ്സിലായി. ഇനി കാൽക്കുലേഷൻസിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ATM ആദ്യമായിട്ട് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ JKL എന്ന് കാണുന്നത് ഫോർമുല ബാർ ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെൻട്രൽ പ്രൈസിൽ ഇവിടെ ആദ്യം സ്പോട്ട് പ്രൈസ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇതാണ് ലാർജ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ ഡാറ്റയാണ്. റോ ഡാറ്റയിൽ നിന്ന് ഇത് നിങ്ങൾക്കറിയാം അവിടെ വരുന്നത്. ഇവിടെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിന് ശേഷം ATM സെൻട്രലായിട്ട് ഞാനിവിടെ ATMൻ്റെ ഫോർമുല കൊടുക്കുകയാണ്. റൗണ്ട് ചെയ്തുള്ള ഫോർമുല. റൗണ്ട് ടു 100ൻ്റെ സ്പ്രെഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 100. അപ്പോൾ നമുക്കിവിടെ ATM കിട്ടി. ഇനി ATMൻ്റെ മുകളിലേക്ക് -100ഉം താഴേക്ക് +100ഉം. ഇവിടെ -100 ഓരോ സ്ട്രൈക്കിൽ, താഴേക്ക് +100. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കിട്ടി. സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ സെൻട്രലിൽ കിട്ടി. സ്പോട്ട് പ്രൈസും ATMും സ്ട്രൈക്ക് പ്രൈസുകളും കിട്ടി. ഇനി ഓരോ സ്ട്രൈക്ക് പ്രൈസിൻ്റെയും പ്രീമിയം, കാരണം ഓരോ സെക്കൻഡിലും ഈ പ്രീമിയം മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് ആ മാറുന്ന പ്രീമിയം വേണം ഓരോ സ്ട്രൈക്ക് പ്രൈസിനും നേരെ. വീലക്കോപ്പും അല്ലെങ്കിൽ മറ്റു ഫോർമുലകളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിലും ഈസി ആയിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ മെയിൻ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 13,600 കാണിക്കുന്നത് ഈക്വൽ ടു മെയിൻ G8, അതായത് മെയിൻ ഷീറ്റിൽ G8 ഇതാണ് ഈക്വൽ ടു. ഇവിടെ കൊണ്ടുവച്ച് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഫോർമുല ഈ വാല്യൂ അവിടെ വരും. അതുപോലെ പുട്ടിൻ്റെ വാല്യൂവും വരും അവിടെ. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുഴുവൻ വാല്യൂവും അവിടെ കിട്ടും കാൽക്കുലേഷൻ ഷീറ്റിൽ. അപ്പോൾ നമുക്ക് കോളിൻ്റെ വാല്യൂവും പുട്ടിൻ്റെ വാല്യൂവും കിട്ടി. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ സ്പോട്ട് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ഷീറ്റിൽ. അതനുസരിച്ച് ഇവിടെ ATM മാറും. ATM മാറുന്നതനുസരിച്ച് നമ്മുടെ ഈ സ്ട്രൈക്ക് പ്രൈസുകൾ മാറും. ഈ സ്ട്രൈക്ക് പ്രൈസ് മാറുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ മാറും. അപ്പോൾ ഇത്രയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ സ്ട്രൈക്ക് എന്നുള്ളത് നമ്മൾ ഓപ്ഷൻ ചെയിനിലുള്ള സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിവിടെ കോംബോ ബോക്സിലേക്ക് നമുക്ക് ഫെച്ച് ചെയ്യുന്നതിന് വേണ്ടി 7000 തൊട്ട് ഞാനിവിടെ ലാസ്റ്റ് 16,000 സംതിങ് ഏറ്റവും അവസാനം വരാവുന്നൊരു 16,800 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50ൻ്റെ സ്ട്രൈക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നമ്മൾ ആദ്യമായിട്ട് ചെയ്യണം. ഇവിടെ I1ൽ കൊടുത്തിരിക്കുന്ന 75 നിഫ്റ്റിയുടെ ലോട്ട് സൈസാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ATMൻ്റെ കീഴെ. ഇനി ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കുക. ഇത് നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ളത്, ട്രേഡിൻ്റെ പേര്, അതിൻ്റെ ഷോർട്ട് ഫോം ഇവിടെ കൊടുത്തിരിക്കുന്നു മാത്രം. ലോങ് കോള്, ലോങ് പുട്ട്, ഷോർട്ട് കോള്, ഷോർട്ട് പുട്ട്. ഇത് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഇത് ഫോർമുല വെച്ചിട്ടാണ് കാണുന്നത്. മാർക്കറ്റിൻ്റെ സ്പോട്ട് പ്രൈസ്, നമ്മൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്ന പ്രൈസ് ഏതാണെന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇത് ATM ആണ്. ഇവിടെ കാൽക്കുലേഷൻ ഫോർമുല വരുന്നു. ഇവിടെ പ്രീമിയം വരും. ഇവിടെ പ്രീമിയം, ഇവിടെ പ്രോഫിറ്റ് ലോസ്, ഇവിടെ റുപ്പീസിൽ, ഇവിടെ പോയിൻറ്റ്സിൽ, ഇവിടെ റുപ്പീസിൽ. ഇത്രയ്ക്കുമാണ് വരുന്നത്. ഇനി നമുക്ക് കോളിൻ്റെ ഫോർമുലയിലേക്ക് നോക്കാം. ലോങ് കോള്, ഇവിടെ ഫോർമുല ഒന്നുമല്ല, വെറുതെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും ലോങ് കോളെന്ന്. ലോങ് കോൾ എന്ന് പറഞ്ഞാൽ 14,600ൻ്റെ ഒരു കോള് നമ്മൾ വാങ്ങിച്ചാൽ പ്രീമിയം 143 ആണ്.
ഇവിടെ കാണാം 14,600ൻ്റെ പ്രീമിയം 143 ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് E5 എന്ന് പറഞ്ഞാൽ ഇതാണ് E5 പ്ലസ് G5 പ്രീമിയം. അതാണ് നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇനി കാൽക്കുലേഷൻ, ഇവിടെയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. 14,600-നുള്ളത് 14,600 തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഉടനെ നമുക്കത് നഷ്ടമാണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ഇഫ് D5 ഈസ് ഗ്രേറ്റർ ദാൻ E5. D5 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എവിടെ നിൽക്കുന്നോ ആ പ്രൈസ് ഈ പ്രൈസിനേക്കാൾ, നമ്മൾ ട്രേഡ് ചെയ്ത പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ കോമ ചെയ്തിട്ട് D5 മൈനസ് E5, നമുക്കറിയാലോ കൂടുതലുള്ള പ്രൈസ് മൈനസ് നമ്മൾ ട്രേഡ് ചെയ്ത് ആണ്. അതല്ലെങ്കിൽ 0. ഇതല്ലാത്തതുകൊണ്ട് ഇവിടെ 0 വന്നു. ഇതാണ് ഇവിടെ ഫോർമുല. ഇത് പ്രീമിയമാണ്. പ്രീമിയം ഇവിടെ നമ്മൾ ഈക്വൽ ടു കൊടുത്തിട്ട് ഈ പ്രീമിയം കൊടുത്തിരിക്കുന്നു. 14,600ൻ്റെ നേരെയുള്ള പ്രീമിയം ഇതാണ് J5 ഈക്വൽ ടു J5. ഇവിടെ മാറുന്നതനുസരിച്ച് ഇവിടെ പ്രീമിയം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ കാണിക്കുന്ന ഈ പ്രീമിയം ഇൻറ്റു 75 H5 ഇൻറ്റു I1 ആണ് ഫോർമുല. അതായത് മാർക്കറ്റ് 14,600 ഉള്ളത് 14,600 തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ലോസ് 3 ആയി. ഇനി നമ്മുടെ ഫോർമുല വർക്ക് ചെയ്യുന്നത് ഇവിടെ 14,700 ആയെന്ന് കരുതുക, 700 ആയെന്ന് കരുതുക. 700 ആവുമ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ 0 അല്ല വരുന്നത്. കാരണം ഇവിടെയുള്ള ഈ റേഞ്ച് മാറി, അതായത് D5 മാറി. D5 മാറിപ്പോൾ ഇവിടെ 100 ആയി. ഇനി അത് 200 ആണെങ്കിൽ 800 ആവുമ്പോൾ നമ്മളുടെ ബ്രേക്ക് ഈവൻ്റെ മുകളിൽ പോയി, 743യുടെ മുകളിൽ പോയി. നമുക്കിവിടെ പ്രോഫിറ്റ് ആയി. പ്രോഫിറ്റിൻ്റെ ഫോർമുല പറഞ്ഞല്ലോ, F5 മൈനസ് G5. F5 എന്ന് പറഞ്ഞ് ഈ ഫോർമുലയിൽ കിട്ടുന്ന വാല്യൂ മൈനസ് നമ്മൾ കൊടുത്ത പ്രീമിയം. ഇനി 14,900 ആയാൽ നമ്മളുടെ പ്രോഫിറ്റ് ഇവിടെ കൂടി. അതുപോലെ എത്ര മുകളിൽ പോയാലും നമ്മളുടെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രോഫിറ്റ് കൂടി. അതുപോലെ താഴേക്ക് പോവുകയാണെങ്കിൽ 14,600-ന് താഴെ നമ്മൾ എത്ര പോയാലും 450 എത്ര പോയാലും 143 ഫിക്സഡ് ആണ് നമ്മുടെ ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് കോൾ എന്നുള്ളതിൻ്റെ ഫോർമുല മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓരോ സ്ട്രാറ്റജിയുടെ ആയിട്ട് ഫോർമുല ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയൊരു വർക്ക് ബുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പഠിക്കുന്ന കാര്യം അല്പം ബുദ്ധിമുട്ടാണ്. എന്തായാലും മനസ്സിലിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ലോങ് കോളിൻ്റെ ഫോർമുല മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഞാൻ ലോങ് പുട്ടിൻ്റെ ഫോർമുല രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറയാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഞാനിവിടെ നിർത്തട്ടെ.